സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാറ തോമസ് എഴുതിയ നാർമടിപ്പുടവ. കേശവൻ നായർ ദമ്പതികളുടെ പുറകെ സഞ്ചിയും തൂക്കിപ്പിടിച്ച് ബസ്സിൽ നിന്നും പുറത്തു കടന്നപ്പോൾ അത്തിമ്പേർ തൊട്ടു മുൻപിൽ നിൽപ്പുണ്ട്. മിസ്റ്റർ മൂർത്തി, ഇതാ നിങ്ങളുടെ സിസ്റ്റർ ഇൻ ലോയെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം, യാത്രയിൽ മുഴുവൻ നിരാഹാരവ്രതമായിരുന്നു. എത്ര നിർബന്ധിച്ചിട്ടും ഒരു കാപ്പി പോലും കുടിച്ചില്ല. അതുകൊണ്ട് വഴിയിൽ തളർന്നു വീണാൽ ഞങ്ങളെ പഴിക്കരുത്. അത്തിമ്പേരുടെ തോളിൽ തട്ടി ചിരിച്ചുകൊണ്ട് കേശവൻ നായർ പറയുകയാണ്. തന്നെക്കുറിച്ച് ആ പരാമർശം വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. പക്ഷേ നിശബ്ദം സഹിക്കുകയല്ലേ നിവൃത്തിയുള്ളൂ. വരട്ടെ കനകം. യാത്രയിൽ കൂട്ടുണ്ടായിരുന്നതുകൊണ്ട് മുഷിയാതെ കഴിഞ്ഞു. മിസ്സിസ് കേശവൻ നായരും ലോഹ്യം പറഞ്ഞു തിരിഞ്ഞതും മനസ്സിൽ ഒരു ചാഞ്ചല്യം. അത്തിമ്പേരുടെ കൂടെ തനിയെ പോകുന്നത്. കസ്തൂരി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തീരെ സുഖമില്ലാതെ കിടപ്പായിരിക്കുമോ? നീ ഈ വഴിയിലെ ഒന്നുമേ ശാപ്പിടലേ? അത്തിമ്പേരാണ് ഒന്നും മിണ്ടിയില്ല. இப்போ உனக்கு ரொம்ப பசிக்குமே, முதல்ல ஏதாவது சாப்பிடலாம். വേണ്ട, എനിക്കിപ്പോൾ പശി കിടയാത്. വീട്ടിക്ക് പോയി സാപ്പിട്ടാ പോതും, സങ്കോചത്തോടെ പറഞ്ഞു. അത് ചുമ്മാ, മണി 3க்கும் മേലാകൃത്. ഏതാവത് സാപ്പിടതാ വേണം. കൊച്ചിനിക്ക് ബസ് വറതുക്ക് ரொம்ப നേരമാകും. പറയുന്നതിനിടയ്ക്ക് തന്നെ അത്തിമ്പേർ അടുത്തുള്ള പോറ്റി ഹോട്ടലിലേക്ക് നടന്നു കഴിഞ്ഞു. പിന്തുടരുകയല്ലാതെ എന്താണ് നിവൃത്തി? വീതി കുറഞ്ഞ മേശയ്ക്കരികിൽ അത്തിമ്പേരുടെ എതിരെ ഇരുന്നപ്പോൾ മനസ്സിൽ ആകെ കൂടെ ഒരു അപരിചിതത്വം. ഹോട്ടലിൽ ആദ്യമായി കയറുകയാണ്, വിശേഷിച്ചും അത്തിമ്പേരുടെ കൂടെ ഒറ്റയ്ക്ക്. അത്തെ എങ്ങാനും അറിയാനിടയായാൽ ഓർത്തപ്പോൾ തന്നെ ഉള്ളു കിടുങ്ങി. കോഫിയോടെ കൂടെ ഉനക്ക് ദോശയോ ഉപ്പുമാവോ ഏത് വേണമോ അത് അന്ത പയ്യങ്കിട്ടേ ചൊല്ല്. വിളമ്പുകാരൻ അടുത്ത് തന്നെ ഓർഡർ കാത്തു നിൽക്കുകയാണ്. കാഫി മാത്രം പോരും, പരിങ്ങലോട് പറഞ്ഞു. അതെപ്പടി പോരും? വെറും കാഫിയിലെ പശിയടങ്ങുമാ? അങ്ങേ ഒരു ഉപ്പുമാ കൊടു, എനിക്ക് വടയും ജിലേബിയും. അയാൾ പോയി കഴിഞ്ഞപ്പോൾ അത്തിമ്പേർ തൻ്റെ നേരെ തിരിഞ്ഞു. മുഖം പ്രസന്നമായിരുന്നു. കസ്തൂരിയുടെ സുഖവിവരത്തെപ്പറ്റി ഇനിയെങ്കിലും പറയുമെന്നാണ് കരുതിയത്. അങ്ങോട്ട് കയറി ചോദിക്കുക തന്നെ. കസ്തൂരിയോടെ ഉടമ്പ് എപ്പടി ഇருக்கு? മുന്തി മാതിരിതാ. വീട്ടുവേല എപ്പടിയെല്ലാമോ ചെയ്യരുത്. അതും മട്ടന്താ. ഏതാവത് രുചിയാ സാപ്പിടണമാനാ ഞാൻ ഹോട്ടലുക്ക് താ പോണം. ഒട്ടും പ്രാധാന്യമർഹിക്കാത്ത ഏതോ വിവരം നൽകുന്നത് പോലെ പറയുകയാണ്. സ്നേഹത്തിൻ്റെ ഊഷ്മളത നഷ്ടപ്പെട്ട ആ വാക്കുകൾ മനസ്സിൻ്റെ തെളിച്ചം ചോർത്തിക്കളഞ്ഞു. അപ്പോൾ ഭാര്യയുടെ ആരോഗ്യത്തെക്കാൾ സ്വന്തം ആഹാരകാര്യത്തിലാണോ അത്തിമ്പേർക്ക് കൂടുതൽ താല്പര്യം? മനസ്സിൽ കടുത്തു വന്ന ആ ചിന്തയെ ഉടനടി അമർത്തി. വന്ന പാടെ അത്തിമ്പേറെ വിലയിരുത്താൻ തനിക്ക് എന്ത് കാര്യം? കസ്തൂരി അപൂർവം പറഞ്ഞു കേട്ടിട്ടുള്ളതിൽ കൂടുതൽ അറിവൊന്നും അദ്ദേഹത്തെപ്പറ്റി തനിക്കില്ലല്ലോ. അവരുടെ വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പലതായെങ്കിലും നേരെ ചൊവ്വേ ഒന്നും മിണ്ടിയിട്ട് കൂടിയില്ല. അല്ലെങ്കിലും കസ്തൂരിയോടുള്ള സ്നേഹ താല്പര്യങ്ങൾ കൊണ്ടല്ലേ തന്നെ കോളേജിൽ അയക്കാനുള്ള മഹാമനസ്കത കാണിച്ചത്? മേശപ്പുറത്ത് വിഭവങ്ങൾ നിരന്നിരുന്നു. ഉപ്പുമാവ് തൊണ്ടയിൽ കൂടെ ഇറങ്ങാൻ പ്രയാസമുള്ളതുപോലെ. എതിരെ ഉഴുന്നുവട ചട്നിയിൽ മുക്കി അത്തിമ്പർ സ്വാദോടെ കഴിക്കുകയാണ്. നീ വരുവെന്ന് എനിക്ക് നിശ്ചയം ഇരുന്നത്, ഒരു ജേതാവിനെ പോലെ തുറന്ന ചിരിയോടെയാണ് പറഞ്ഞത്. ഇங்கே എറണാകുളത്തിലെ വാടകയ്ക്ക് ഒരു ചിന്ന വീട് പാത്തിണ്ടിരിക്കെ. ഏൻ തെരിയുമാ? തൻ്റെ അജ്ഞതയെ എടുത്തു പറയാതെ മൗനം ദീക്ഷിച്ചതേയുള്ളൂ. ഉനക്ക് കോളേജിലേക്ക് പോക സൗകര്യമായിരിക്കുന്നതാക. ഏതോ രഹസ്യം താനുമായി പങ്കിട്ട രസത്തോടെന്ന പോലെ പൊട്ടിച്ചിരിച്ചു. BA ഇங்கே പഠിക്കലാം. ഉൻ അക്കാക്ക് ഉദവിയായിരിക്കും, ചെലവും കുറയും. തൻ്റെ ഭാവി തീരുമാനിച്ചതുപോലെ പറയുകയാണ്. അതൊരു ചർച്ചാ വിഷയമാക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. കസ്തൂരിയുടെ രോഗത്തിന് ആശ്വാസം കണ്ടാലുടൻ വീട്ടിലേക്ക് താൻ മടങ്ങുന്നതാണ് തൽക്കാലം പറയേണ്ടതില്ലല്ലോ. നീ കസ്തൂരിക്ക് ലെറ്റർ പോട്ടിരുന്നതേ പരീക്ഷയിലെ നന്നായി എഴുതിയിരുന്നതാക. അപ്പോൾ കട്ടായം ഉനക്ക് ക്ലാസ് കിടക്കും ഇല്ലയാ? ഉനക്ക് എന്ന സബ്ജക്റ്റ് പ്രിയം? നീ BAയിലെ മാത്സ് എടുക്കണമെന്ന് എൻ്റെ അഭിപ്രായം. ബോട്ട് ജെട്ടിക്ക് സമീപമുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കൊച്ചിക്കുള്ള ബസ് കാത്തു നിന്നപ്പോഴും തൻ്റെ പഠിത്തമായിരുന്നു സംസാര വിഷയം. അതോ പാര്, അത് താ മഹാരാജാസ് കോളേജ്, അത് വന്ന് ബോയ്സ് കോളേജ്. ബസ് സ്റ്റാൻഡിന് എതിരെയുള്ള തലയെടുപ്പുള്ള കെട്ടിടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു.
ஆனா உன்னதான் அங்கே பாய்ஸோட அனுப்ப மாட்டேன். നീ വന്ന് ഗേൾസ് കോളേജിലെ ചേരലാം എന്നാ. അത്തിമ്പേർ പറഞ്ഞതിലൊന്നും ശ്രദ്ധ ഉറച്ചു നിന്നില്ല. ഈ ബസ് സ്റ്റാൻഡിലെ ആൾത്തിരക്കിൽ ഒരു പുരുഷനോടൊപ്പം ഒറ്റയ്ക്ക് നിൽക്കുന്നത് അത്തിമ്പേരാണെന്ന് ആരാണറിയുക? വല്ലാത്ത സങ്കോചം. എത്രയും വേഗം കസ്തൂരിയുടെ അടുത്ത് എത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ. സമയം ഉച്ചിൻ്റെ വേഗത്തിലാണോ നീങ്ങുന്നത്? തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്തപ്പോൾ ഇതിലും പെട്ടെന്ന് നേരം പോയി കിട്ടിയെന്ന് തോന്നി. കസ്തൂരിയെയും കാഞ്ചനയെയും കാണാൻ കണ്ണുകൾ കഴയ്ക്കുകയാണ്. കൊച്ചി ബസ് സ്റ്റോപ്പിൽ വണ്ടി എത്തിയപ്പോൾ ഒരു യുഗം കഴിഞ്ഞതുപോലെ. ഇനിയും കൊഞ്ച ദൂരം നടന്നാൽ പോരും. സംസാരം ലോഹ്യത്തിൽ തന്നെയായിരുന്നു. താൻ കണക്കാക്കിയിരുന്നത് പോലെ ഗൗരവക്കാരൻ അല്ലെന്ന് തോന്നുന്നു. അത്തിമ്പേരുടെ പിന്നാലെ നിശബ്ദം നടന്നു നീങ്ങുകയായിരുന്നു. ഇங்கே எல்லாமே உனக்கு புதுசாയിരിക്കും. இதுவரையும் நீ கிராமத்திலே உன்னோட ஜனங்களுக்கிட்டே இருந்திருக்கே. நம்ம പക്കത്തിലെ എല്ലാം ഗുജറാത്തികൾ താ. പരമസുഖം. ഒരുത്തരും നമ്മ കാര്യത്തിലെ തലയിടമാട്ടാ. മെയിൻ റോഡിൽ നിന്നും വളഞ്ഞു പോകുന്ന വീതി കുറഞ്ഞ വഴി. എങ്കിലും വഴിപോക്കരുടെ എണ്ണത്തിന് കുറവൊട്ടില്ല താനും. മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ സംസാരിക്കുന്നവർ അവിടവിടെ കൂടിക്കിടക്കുന്ന ചപ്പും ചവറും ഒഴിവാക്കി നടന്നു. അന്തരീക്ഷത്തിൽ മലിനജലം കെട്ടിക്കിടക്കുന്ന ഓടയുടെ ദുർഗന്ധം ശുചിത്വത്തിൻ്റെ പര്യായമായി കണക്കാക്കാവുന്ന തങ്ങളുടെ തെരുവ്. കാലത്തും വൈകിട്ടും തൂത്ത് തെളിച്ച് കോലം വരച്ച് മൂടി പിടിപ്പിച്ച തെരുവിലേക്ക് തുറക്കുന്ന വീട്ടുനടകൾ. രണ്ട് വഴികളും തമ്മിലുള്ള അന്തരം ഓർക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. രണ്ട് കൂറ്റൻ കെട്ടിടങ്ങളുടെ ഇടയിലുള്ള ഇടക്കുവഴിയിലെ അത്തിമ്പേർ തിരിഞ്ഞു. പാത അവസാനിക്കുന്നിടത്ത് തകരകേറ്റുള്ള ഓടിട്ട കെട്ടിടം. ചുറ്റും മതിലുപോലെ മെടഞ്ഞ ഓല കുത്തിമറിച്ചിട്ടുണ്ട്. അതോ പാര്, അതുതാ നമ്മ വീട്, അത്തിമ്പേർ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. കാലുകൾക്ക് വേഗത കൂടി. വെളിയിൽ നിന്നും അത്തിമ്പേർ കൈയെത്തി ഗേറ്റിൻ്റെ കൊളുത്തെടുക്കുന്ന ശബ്ദം കേട്ടപ്പോഴേ നടവാതിൽ തുറന്നു കഴിഞ്ഞു. വാതിൽപ്പടിയിൽ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കസ്തൂരിയെ ഒന്നേ നോക്കിയുള്ളൂ. കണ്ണുകൾ നിറഞ്ഞുപോയി. കവിളുകൾ ഒട്ടി, തോളലുകൾ പൊന്തി, കണ്ണുകളുടെ താഴെ കറുപ്പ് പടർന്ന്. ഉള്ളു തുറന്ന ആ ചിരിക്ക് മാത്രം മാറ്റം വന്നിട്ടില്ല. തന്നോടുള്ള വാത്സല്യവും പഴയപടി തന്നെ. ഇടത് കൈ തോളിലൂടെ ഇട്ട് ചേർത്ത് പിടിച്ച് വലത് കൈകൊണ്ട് കവിളുകൾ തലോടിക്കൊണ്ട് പറയുകയാണ്. ഏമ്മാ, മുഖം വാടിയിരിക്കേ. യാത്ര ரொம்ப കഷ്ടമായിരുന്നതാ. വാ ഉള്ളേ വാ. കുളിച്ച് കാപ്പി സാപ്പിട്ടാ കൊഞ്ചം ശരിയായിരിക്കും. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നോട് കാട്ടാറുള്ള അതേ കരുതലും സ്നേഹവും കണ്ണുകൾ അറിയാതെ വീണ്ടും നിറഞ്ഞു. കാഞ്ചന എങ്കേ? അവളെ കാണവേ ഇല്ലേ? ശബ്ദം പതറാതെ അത്രയും ഒരു കണക്കിന് പറഞ്ഞു. പാവം, തൂങ്ങിപ്പോയിട്ടാ. കാലയിലേ ഇരുന്ന് ഉനക്കാக കാത്തേണ്ടിരുന്നു. എതുക്ക് നീ വന്തിയേ? ரொம்ப സന്തോഷം. അപ്പാ ഉന്നെ അനുപ്പുവാനോന്ന് സന്ദേഹമായിരുന്നത്. പുറംതിരിഞ്ഞപ്പോൾ കണ്ണുകൾ മിഴിച്ചുപോയി. മുട്ടോളം എത്തുന്ന പട്ടിൻ്റെ മിനുസമുള്ള ആ തലമുടി എവിടെ? ഈ പരുവത്തിൽ അത്ത കാണാൻ ഇടയാകാതിരിക്കട്ടെ. ഒരു മുടിയിഴ പോലും പൊട്ടിക്കാതെ എത്ര ശ്രദ്ധയോടെ അവർ ചീകി കെട്ടിക്കൊണ്ടിരുന്ന തലമുടിയായിരുന്നു ഇപ്പോൾ തലയ്ക്ക് പുറകിൽ ഒരു എലിവാൾ കണക്കെ. ഈ ക്ഷീണം സംഭവിക്കത്തക്കവണ്ണം എന്ത് സുഖക്കേടാണ് പിടിപെട്ടിരിക്കുന്നത്? ഗുരുതരമായ എന്തെങ്കിലും? മനസ്സിൽ തിങ്ങിക്കൂടിയ സംശയങ്ങൾ പണിപ്പെട്ട് നിയന്ത്രിച്ചു. അത്തിമ്പേർക്ക് അഹിതമായ ഒരു വാക്കും തന്നിൽ നിന്ന് വന്നുകൂടാ. എന്നത്തുക്ക് അഴറായിടി, ലെറ്റർ പാത്ത് ഭയந்துട്ടളാ. അപ്പടി ഒന്നും മോശമായി ഇല്ലേ ഉടമ്പ്? നീ വന്നപ്പോവേ എനിക്ക് സുഖമായിട്ടിത് എന്ന് തോന്നരുത്. ഞാനും അതേതാൻ ചൊല്ലറേൻ. ഉന്നെ കണ്ടപ്പോ താനേ ഉനക്ക് അക്കാവോടെ വ്യാധി ഗുണമായിട്ടിത്. താൻ വന്നതുകൊണ്ട് കസ്തൂരിയുടെ രോഗം തന്നെ മാറിക്കഴിഞ്ഞു എന്ന് രണ്ടുപേരും മാറി മാറി പറഞ്ഞത് തൻ്റെ ആശ്വാസത്തിന് മാത്രമല്ലേ? അത്തിമ്പേർ അകത്തു പോയി ടോർച്ചുമായി വന്നു. ഉൻ തങ്കേ തുണയായിരിക്കേ. ഇന്നക്ക് ഞാൻ ശീഘ്രം വരവേണ്ടാമേ. മറുപടി കാത്തു നിൽക്കാതെ അത്തിമ്പേർ പോയി കഴിഞ്ഞു. എവിടേക്കാണോ? വാ ഉള്ളേ വാ കനകം, കാപ്പി പോടുറേൻ. ഉനക്കാകതാ ലാഡുവും ജിലേബിയും വാങ്ങി വെച്ചിരിക്കേൻ. തന്നെ സൽക്കരിക്കാനുള്ള പുറപ്പാടാണ്. ഞൊടിയിടയിൽ തനിക്ക് കുളിക്കാൻ തോർത്തും സോപ്പും എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞു. അർത്ഥം മനസ്സിലാക്കാനാവാതെ നോക്കി നിന്നുപോയി. പ്രത്യേകിച്ച് ഒരസുഖവും ഇല്ലാത്തതുപോലെയുള്ള പെരുമാറ്റം. പക്ഷേ ഈ പരീക്ഷീണ മുഖം വിളിച്ചു പറയുന്നത്, ഹോ, എന്താണ് താൻ മനസ്സിലാക്കേണ്ടത്? സകല നിയന്ത്രണങ്ങളും ചിതറിപ്പോയി. കസ്തൂരി, ഉൻ ഉടമ്പൊക്കെ എന്നാ ആച്ച്? ഉണ്മയെ ചൊല്ല്. എങ്കിട്ട് ഒന്നും മറയ്ക്കാതെ.
വീണ്ടും മനസ്സ് തുറന്നുള്ള ആ ചിരി. ഏമാ എന്നെ നമ്പ മാട്ടാങ്കറേ, ഞാൻ ചൊന്നാനേ எனக்கு ஒன்றும் இல்லைன்னு அப்பாவுக்கு அப்படி எழுதி நான் தானே உன்னை இங்கே அனுப்பவா. எதுக்கா நீ வந்தியே? ரொம்ப സന്തോഷം. ഉൻ പഠിപ്പയും ഇനി നിർത്ത വേണ്ട. അപ്പോൾ അപ്പ തന്നെ ഇവിടെ അയക്കാൻ വേണ്ടി മാത്രമായിരുന്നോ കസ്തൂരിക്ക് തീരെ സുഖമില്ലെന്ന് എഴുതി അയച്ചത്? തന്നെ എറണാകുളത്ത് പഠിപ്പിക്കണമെന്ന കാര്യവും രണ്ടുപേരും തീരുമാനിച്ചുറച്ചു എന്നാണല്ലോ തോന്നുന്നത്. തൻ്റെ പഠിത്തത്തിനു വേണ്ടിയെന്നല്ല, ഒരു കാര്യത്തിനും അത്യംപേറെ ബുദ്ധിമുട്ടിക്കരുതെന്ന് മനസ്സിൽ ഏതാണ്ട് നിശ്ചയപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള വിവരം കസ്തൂരിയോട് സാവധാനം പറഞ്ഞ് മനസ്സിലാക്കുകയല്ലേ നല്ലത്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഭർതൃഗൃഹത്തിൽ നിന്നും വിധവയായി എത്തിയ എട്ടും പൊട്ടും തിരിയാത്ത കനക എന്ന പെൺകുട്ടിയല്ല താനിപ്പോൾ. കോളേജ് വിദ്യാഭ്യാസം തൻ്റെ ചിന്താഗതിക്ക് എത്രയധികം മാറ്റം വരുത്തിയിരിക്കുന്നു. പരസഹായം കൂടാതെ ജീവിക്കണമെന്ന ആശയം തന്നിൽ ഒരു ആവേശമായി തുടങ്ങിയിട്ട് നാളുകളായി. പക്ഷേ അതിനുള്ള മാർഗം തെളിഞ്ഞു വന്നത് ശങ്കരി മാമി രാജാമണിക്ക് കണക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഏർപ്പാട് ചെയ്തപ്പോൾ മാത്രമാണ്. മാസാവസാനം 10 രൂപയുടെ ഒരു പുതിയ നോട്ട് ശങ്കരി മാമി തൻ്റെ കയ്യിൽ വെച്ച് നീട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷം, ആത്മസംതൃപ്തി. 4-5 കുട്ടികൾക്ക് ട്യൂഷൻ നൽകിയാൽ തനിക്കൊരു വരുമാന മാർഗമാകുമല്ലോ. ശങ്കരി മാമിയോട് ആലോചിച്ച് അങ്ങനെ ഒരു സംരംഭം തുടങ്ങണമെന്നൊക്കെ കരുതിയിരുന്നപ്പോഴാണ് കസ്തൂരിയുടെ എഴുത്ത് വന്നത്. താൻ വേണ്ടെന്ന് തീർത്തു പറഞ്ഞിട്ടും കുളിച്ചു വന്നപ്പോൾ കസ്തൂരി കാപ്പിയും പലഹാരങ്ങളും നിരത്തി കാത്തിരിക്കുകയാണ്. വിശപ്പ് തീരെ തോന്നിയില്ല. എങ്കിലും കസ്തൂരിയെ മനസ്താപപ്പെടുത്തണ്ട എന്ന് കരുതി എല്ലാം തന്നെ കഴിച്ചു. വാ ഉന്നെ വിട്ടേ കാട്ടറേൻ, ജാസ്തി ഒന്നും പാക്കറതൊക്കെ ഇല്ലാട്ടാലും കൈപിടിച്ച് കൊണ്ട് തന്നെ എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞു. കസ്തൂരിയുടെ ഉത്സാഹത്തിൽ പങ്കുചേരാൻ ശ്രമിച്ചു. കണ്ടു പരിചയിച്ചതിൽ നിന്നും വ്യത്യസ്തമായ വീട്, ചുറ്റുപാടുകൾ. അപ്പ പറഞ്ഞത് എത്ര ശരിയാണ്. തികച്ചും അപരിചിതമായ അന്തരീക്ഷം. അവയോട് ഇണങ്ങിച്ചേരാൻ മനസ്സ് മടിക്കുന്നത് പോലെ. വീതി നന്നേ കുറഞ്ഞ് നീണ്ടു കിടക്കുന്ന വരാന്തയിലേക്ക് തുറക്കുന്ന 2 മുറികൾ. അതിൽ ഇടുങ്ങിയ ചെറിയ മുറി, അവരുടെ കിടപ്പറ. വിസ്താരമുള്ള മറ്റേ മുറിയുടെ പുറകിലായി ഒരു ചെറിയ അടുക്കളയും പുറം വരാന്തയും. വീടിന് ചുറ്റും പേരിനു വേണ്ടിയുള്ള മുറ്റം തികച്ചും ശൂന്യം. പാദത്തിൽ ഒട്ടിപ്പിടിക്കുന്ന അഴുക്കിൻ്റെ നിറമുള്ള പൂഴിമണൽ. ഗണപതിക്ക് മാല കെട്ടി ചാർത്താൻ 2 ചെമ്പരത്തിപ്പൂക്കൾ പോലും പറിക്കാനില്ല. തുളസിത്തറയും ഇല്ലെന്നോ? തുളസിത്തറയില്ലാത്ത ബ്രാഹ്മണഗൃഹം. എന്തോ പന്തികേട് പോലെ മനസ്സിൽ തറച്ചത് താൻ ഉറക്കെ പറഞ്ഞു പോയി. ഇത്തരത്തിലുള്ള ഒരു വീട് തിരഞ്ഞെടുത്തതിൽ താൻ അത്യംപേറെ കുറ്റപ്പെടുത്തുകയാണെന്ന് തോന്നിയിട്ടാണോ കസ്തൂരി ഉടനെ അതിനുള്ള വിശദീകരണത്തിന് പുറപ്പെട്ടത്? കോയമ്പത്തൂരിൽ നിന്ന് സ്ഥലം മാറി കൊച്ചിയിൽ വന്നപ്പോൾ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഗുജറാത്തി സുഹൃത്തിനോടാണ് വീട് തിരക്കാൻ ഏൽപ്പിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്. അയൽപ്പക്കത്തൊക്കെ ഗുജറാത്തികളാണ്. പിന്നെ പിറകുവശത്ത് ഉടുപ്പിട്ട കുറേ കറുത്ത മദാമകൾ. പക്ഷേ ഈ വക കാര്യങ്ങളിലൊന്നും അത്യംപേർക്കൊരു വിഷമവും ഇല്ല. മദ്രാസിൽ പഠിച്ചയാളല്ലേ, പരിഷ്കാരിയാണ്. ഒന്നും മിണ്ടാനോ കയറിയിറങ്ങാനോ അയൽപ്പക്കത്തെന്നല്ല, അടുത്തെങ്ങും ഒരു ബ്രാഹ്മണഗ്രഹം ഇല്ലാത്ത വിഷമം കസ്തൂരിക്കേയുള്ളൂ. മനസ്സ് വിട്ട് പേശറതുക്ക് ആളില്ലാത്തത് ரொம்ப കഷ്ടമായിരുന്നത്. ഇപ്പോൾ നീ വന്നതിനാലേ അന്ത കവല തീർന്നത്. സംസാരം കേട്ടിട്ടാവണം കാഞ്ചന ഉണർന്നു വന്നു കഴിഞ്ഞു. തന്നെ കണ്ടപ്പോൾ ആകെ സന്തോഷമായി. ചിത്തി എന്ന് വിളിച്ച് മടിയിൽ കയറി ഇരിപ്പുമുറച്ചു. പാര് എപ്പടി ശീക്രം അവൾ ഉന്നെ തെരിഞ്ഞിട്ടാ. ഇതതാ രത്തപ്പാശെന്ന്. കാഞ്ചന വാമാ, ഇപ്പടി ഇരുന്നാ പോതുമാ. ഉന്നെ നന്നാ കുളിപ്പാട്ടി ജോറാ ഡ്രസ് പണി ചിത്തിക്ക് അനുപ്പറേൻ. എന്താ? കാഞ്ചന തൻ്റെ കഴുത്തിൽ പിടിച്ചിരുന്നതേ ഉള്ളൂ. ഓഹോ അമ്മ വേണ്ട, ചിത്തി കുളിപ്പാട്ടട്ടും. അവൾ ചുണ്ടുകൾ കുറുമ്പിച്ച് കൊഞ്ചി പറഞ്ഞു. വേണ്ട വേണ്ട, ചിത്തിയെ തൊന്തര പണ്ണാതെ ഇങ്ങ വാ. ഇന്നയ്ക്ക് മട്ടും ചിത്തി ചുമ്മാ ഇരിക്കട്ടും. തൻ്റെ മടിയിലിരുന്ന കാഞ്ചനയെ പൊക്കിയെടുക്കാൻ ശ്രമിച്ചപ്പോഴേക്കും കസ്തൂരി കിതച്ചുപോയി. എന്ന കസ്തൂരി ഉനക്കെന്നാ? വേവലാതിയോടെ തിരക്കി. പറവാലേ, ചില നേരം ഇപ്പടിതാ. കനമാ ഏതാവത് വേലപ്പെണ്ണിനാ ഇപ്പടി മൂച്ചുമുട്ടു വന്നിതും. കൊച്ചു കാഞ്ചനയെ എടുക്കുന്നത് കനത്ത ജോലിയാണോ? അത്രയും ആയാസപ്പെട്ടതുകൊണ്ട് ശ്വാസം മുട്ടൽ വരുമോ? വിമ്മിഷ്ടം പുറത്തു കാട്ടാതെ പുഞ്ചിരിക്കാൻ ശ്രമിക്കുകയാണ് കസ്തൂരി. മുഖം വിളർത്തു കഴിഞ്ഞു.
നെറ്റിയിൽ കൂടെ ഒലിച്ചിറങ്ങുന്ന വിയർപ്പുചാലുകൾ പരിഭ്രമത്തോടെ നടപ്പടിയിൽ താങ്ങിയിരുത്തി. എന്തു ചെയ്യണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. നീ ഭയന്തോട്ടാ? എനിക്കൊന്നുമില്ലേ. 5 നിമിഷം പുറത്താ, തനിയെ ശരിയായിടും. മേശപ്പുറത്ത് കിടന്ന വിശറിയെടുത്ത് വീശിക്കൊണ്ട് നിന്ന തന്നെ സമാധാനിപ്പിക്കാനാണ് അപ്പോഴും ശ്രമം. ക്രമേണ മുഖത്തെ വിയർപ്പ് മാറി, കിതപ്പ് കുറഞ്ഞു. അപ്പോഴാണ് തനിക്ക് ശ്വാസം നേരെ വീണത്. கொஞ்சம் முன்னாடி என்கிட்டே சொல்லியதெல்லாம் பொய்தா இல்லையா? இப்போ ஆவது சத்தியத்தை சொல்ல கஸ்தூரி. உனக்கு உடம்புக்கு என்ன? ഡോക്ടർ എന്നാ சொன்னா? എങ്കിട്ടെ ഒന്നും മറയ്ക്കാതെ. തൻ്റെ സ്വരത്തിലെ പരിഭ്രമവും ഭാവവും തിരിച്ചറിഞ്ഞിട്ടാവണം പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് പറഞ്ഞത്. നീ ഇപ്പടി ഭയന്നിട്ടാലോ? എനിക്ക് ഇരുമലേ ജ്വരമോ ഒന്നും കിടയാതെ. പിന്നെ ഡോക്ടറെ കാണിക്കണം. ചില നേരം ഇപ്പടി മൂച്ചുമുട്ട് വന്നിടും. അവളവതാ അത് പറവാലേ. ഏതുക്ക് നീ വന്തിയേ? ഇനി എനിക്കൊന്നുമേ കവലയില്ലേ. കസ്തൂരി പറയുന്നത് പോലെ ചുമയും പനിയും ഒന്നുമില്ലാതെ ചിലപ്പോൾ ശ്വാസം മുട്ടൽ വരുന്നത് കാര്യമാക്കേണ്ടതില്ലെന്ന് സമാധാനപ്പെടാൻ കഴിഞ്ഞില്ല. തന്നിൽ നിന്നും എന്തൊക്കെയോ ഒളിച്ചു വെക്കുകയല്ലേ. സ്വന്തം ആരോഗ്യത്തെപ്പറ്റി ഈ വീണ്ടും വിചാരമില്ലാത്തത് എന്താണ്? അത്യംപേർക്കും ഈ കാര്യത്തിൽ ഉത്കണ്ഠയില്ലെന്നോ? ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുകയില്ലായിരുന്നോ? അപ്പോൾ കസ്തൂരിയോട് സ്നേഹമില്ലെന്നോ? ഹോ, താൻ എന്തിനാണ് ഇത്തരത്തിലൊക്കെ കടന്നു ചിന്തിക്കുന്നത്? ഭാര്യയ്ക്ക് സഹായമാകുമെന്ന് കരുതി മാത്രമല്ലേ തന്നെ ഇങ്ങോട്ട് വരുത്തിയത്? യാഥാർത്ഥ്യം എന്താണെന്ന് തനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ ഇനിയും കഴിയുന്നില്ലല്ലോ. പക്ഷേ ഒരു കാര്യം മാത്രം ബോധ്യമായി. പ്രത്യേക ശ്രദ്ധയോടെ സംരക്ഷിക്കേണ്ടതാണ് കസ്തൂരിയുടെ ആരോഗ്യം. എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുമകൾ. കസ്തൂരിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കാഞ്ചനയുടെ ഭാവി? അങ്ങനെയൊരു ദുർവിധി ഈ കുടുംബത്ത് വന്നുകൂടാ. ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയപ്പോൾ മുതൽ വരേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നിയിരുന്ന മനശ്ചാഞ്ചല്യം അകന്നു മാറി തുടങ്ങി. തൻ്റെ സാന്നിധ്യം ഇവിടെ ആവശ്യമാണ്. ഇങ്ങനെ നിസ്സാരമായി തള്ളേണ്ടതല്ല കസ്തൂരിയുടെ രോഗം. എത്രയും വേഗം വിദഗ്ധനായ ഒരു ഡോക്ടറെ കാണിച്ചേ തീരൂ. അത്യംപേർ അറിഞ്ഞു ചെയ്തില്ലെങ്കിൽ കസ്തൂരിക്ക് അങ്ങോട്ട് ആവശ്യപ്പെടാമല്ലോ. പക്ഷേ ആ കാര്യത്തെപ്പറ്റി താൻ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ കസ്തൂരിയുടെ മുഖം മങ്ങി. എന്നെ കല്യാണം പണിன்றதே അവർക്ക് പെരിയ തൊല്ലേ. സമയത്തുക്ക് സാപ്പാട് കൂടെ എന്നാലെ പണ്ണ മുടിയറുതില്ലേ. എന്ന ചൊല്ലറുത്. ഒരു പുരുഷനുക്ക് ചെയ്യ വേണ്ടിയ കടമ ഏതാവുമേ. പെട്ടെന്ന് ചുണ്ടുകൾ കടിച്ചു നിർത്തി വേഗം വിഷയം മാറ്റി. ഇന്ത മാതിരി പേച്ച് ഇതോട് നിർത്തലാം. കാഞ്ചനയോടെ മുഖത്തെ പാത്തിയാ? കസ്തൂരിയെ പറ്റിച്ചേർന്ന് എല്ലാം ശ്രദ്ധിച്ചു കേട്ടുകൊണ്ട് കാഞ്ചന നിൽക്കുകയാണ്. ആ കുരുന്ന മുഖത്ത് ആശങ്കയുടെ കാളിമ. അവൾ ഇപ്പടിതാ എന്നാൽ അഴമുടിയാത്. എൻ മുഖം മാറിയിനാ അവൾ മുഖവും മാറും. അമ്മാക്ക് ഒന്നുമില്ലടി കണ്ണേ. കസ്തൂരി കാഞ്ചനയെ അണച്ചു പിടിച്ച് ചുംബിച്ചു. ഹൃദയം വിങ്ങി വേദനിക്കുകയായിരുന്നു. പാവം കസ്തൂരി. ആ തുറന്ന പുഞ്ചിരിയുടെ മറവിൽ ഒരു ദുഃഖസാഗരം ഒതുക്കി നിർത്താൻ പാഴ്ശ്രമം നടത്തുകയാണ്. നീ ചൊന്നപടി ചിത്തിയെ ഒന്നെ ഇന്നിക്ക് കുളിപ്പാട്ടട്ടും എന്ന് പറയാത്ത താമസം അവൾ തൻ്റെ കൈകളിലേക്ക് തുള്ളിച്ചാടി. അത്താഴം കൊടുത്ത് ഉറക്കിയതും താൻ തന്നെയായിരുന്നു. നേരം പുലരുന്നതിന് വളരെ മുമ്പ് തന്നെ ഞെട്ടിയുണർന്നു. താൻ എവിടെയാണ്? അരയിൽ ചുറ്റിയിരിക്കുന്ന ഈ കൊച്ചു കൈത്തലം. പെട്ടെന്ന് എല്ലാം ഓർമ്മ വന്നു. കാഞ്ചനയുടെ കൈ മെല്ലെ എടുത്തു മാറ്റി എണീറ്റിരുന്നു. താൻ എപ്പോഴാണ് ഉറങ്ങിപ്പോയത്? കാഞ്ചനയെ ഉറക്കിക്കഴിഞ്ഞ് ആ കിടക്കയിൽ തന്നെ ചടഞ്ഞുകൂടി. അത്യംപേരുടെ വരവും കാത്തിരുന്ന കസ്തൂരിയോട് വീട്ടുവിശേഷങ്ങൾ പറഞ്ഞ് നേരം പോക്കുകയായിരുന്നല്ലോ. വളരെ താമസിച്ചാണ് എപ്പോഴും ഉറങ്ങാറ് പതിവ്. ഇന്ന് എന്തു പറ്റി? ബസ്സിൽ വെറുതെ ഇരുന്നിട്ടും ഇത്രമാത്രം ക്ഷീണമോ? കസ്തൂരിയുടെ നിർബന്ധം കൊണ്ട് കാഞ്ചനയുടെ കൂടെ ഊണ് കഴിച്ചിരുന്നു. അത്യംപേർ എപ്പോഴാണ് വന്നത്? ഊണ് കഴിക്കാൻ ഈ മുറിയിൽ കൂടെ തന്നെയാകുമല്ലോ അടുക്കളയിലേക്ക് പോയത്. അപ്പോൾ താൻ ഇവിടെ ബോധം മറ്റുറക്കോ? തന്നെപ്പറ്റി എന്ത് വിചാരിച്ചു കാണും? വല്ലാത്ത ജാള്യത തോന്നി. തന്നെ ആ സമയത്ത് ഉണർത്താത്തതിൽ കസ്തൂരിയോട് പരിഭവവും. എവിടെയോ ക്ലോക്കിൽ മണി 5 അടിക്കുന്ന ശബ്ദം. വേഗം എണീറ്റു. കുളിച്ച് ശുദ്ധിയായി പൂജാപാത്രങ്ങൾ തേച്ച് ഗണപതിക്ക് വിളക്ക് വച്ചു. പുറകുവശത്തെ വാതിലിലൂടെ നടുമുറ്റം തൂക്കാനായി മുൻവശത്ത് ചെന്നു. തൂത്തു തുടങ്ങിയപ്പോൾ തന്നെ ചാണകം മെഴുകി കോലം വരയ്ക്കാനൊന്നും ഇവിടെ മെനക്കെട്ടിട്ട് കാര്യമില്ലെന്ന് കസ്തൂരി പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായി.
ചവറ് വാരിക്കളഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചൂലുകൊണ്ട് വരയ്ക്കുകയേ നിവർത്തിയുള്ളൂ. തൂപ്പ് കഴിഞ്ഞ് കുളിമുറിയിൽ വലിയ അണ്ടാവ് എടുത്തു വെച്ച് വെള്ളം കോരി നിറച്ചിട്ടു. എന്നിട്ടും നേരം വെളുത്തിട്ടില്ല. കൈകാലുകൾ കഴുകി അടുക്കളയിൽ കയറി. ആരും ഉണർന്ന മട്ടില്ല. കിടപ്പുമുറിയുടെ വാതിൽ അപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. കസ്തൂരി ഉണർന്നു വന്നിരുന്നെങ്കിൽ കാപ്പിക്ക് ഇവിടുത്തെ പതിവ് എങ്ങനെയാണെന്ന് നേരത്തെ ചോദിച്ചു വെക്കാമായിരുന്നു. എങ്കിൽ ഉണർന്ന ഉടനെ തയ്യാറാക്കാൻ തുടങ്ങാമായിരുന്നു. പക്ഷേ അതിനൊന്നും മെനക്കിടാതെ തലേ രാത്രി ഉറങ്ങിക്കളയുകയാണല്ലോ ചെയ്തത്. തന്നോട് തന്നെ ദേഷ്യം തോന്നി. ഇനിയും എന്ത് ചെയ്യണമെന്നറിയാതെ അടുക്കളപ്പടിയിൽ ഇരുന്നപ്പോൾ വീടിനെ പറ്റിയുള്ള ഓർമ്മകൾ കടന്നുവരവായി. രാത്രിയിൽ അത്ത ഒരുപോലെ കണ്ണടച്ചിട്ടുണ്ടാവില്ലെന്ന് മാത്രമല്ല, അപ്പ അവയും ഉറക്കിക്കാണുകയില്ല. അവരുടെ എതിർപ്പുകൾ കണ്ണുമടച്ച് അവഗണിച്ച് പുറപ്പെടുകയായിരുന്നു. പഠിത്തക്കൂടുതൽ കൊണ്ട് പെൺകുട്ടികൾക്ക് വിവരം നശിച്ച കാലമാണിത്. അല്ലെങ്കിൽ നീ പോകാൻ ഒരുമ്പെടുമോ? ഞാൻ പറയുന്നതിന് ആര് വില കൽപ്പിക്കുന്നു? അല്ലെങ്കിൽ നിന്റെ അപ്പാവുക്ക് ഇങ്ങനെ മുന്നും പിന്നും നോക്കാതെ പ്രവർത്തിക്കാനുള്ള തൻ്റെ ഇടം എങ്ങനെ വന്നു? 25 വയസ്സിൽ ഞാനും എൻ്റെ വീട്ടിൽ തിരിച്ചു വന്നവളല്ലേ. ഇതുവരെ മറ്റൊരിടത്ത് അന്തി ഉറങ്ങാൻ പോയിട്ടുണ്ടോ? ജാതി മര്യാദകളൊക്കെ അവനും മറന്നുപോയോ? ഇനി നാട്ടുകാർക്ക് എന്താണ് പറഞ്ഞുകൂടാത്തത്? നീ ഒരു വിധവ. വ്രതങ്ങളും നമസ്കാരങ്ങളും അനുഷ്ഠിച്ച് അടങ്ങിയൊതുങ്ങി കഴിയുന്നതിന് പകരം എന്തിനു പറയുന്നു, നിന്നെ പഠിപ്പിക്കാൻ വിട്ടത് തന്നെ വലിയ തെറ്റ്. നിന്റെ അപ്പാവുടെ ബുദ്ധിശൂന്യമായ പ്രവൃത്തി. താൻ പുറപ്പെടുന്നത് വരെയും ഇടതടവില്ലാതെ അവർക്ക് തിരിച്ചും മറിച്ചും പറയാനുണ്ടായിരുന്നത് അതുമാത്രമായിരുന്നു. വൈകുന്നേരം അലമീഡു മാമിയുടെ പതിവുള്ള പഞ്ചായത്ത് കൂടി കഴിയുമ്പോൾ അവരുടെ എരിയുന്ന മനസ്സിൽ എണ്ണ ഒഴിച്ചതുപോലെയാവും. തിരുത്താനാവാത്ത ഏതോ അപരാധം താൻ ചെയ്തതുപോലെ അവർ വ്യാഖ്യാനിക്കുമെന്ന് തീർച്ച. എന്തുകൊണ്ടോ ഇങ്ങോട്ടുള്ള തൻ്റെ വരവിനോട് ശങ്കരി മാമിക്കും പൂർണ്ണമായി അനുകൂലിക്കാൻ കഴിഞ്ഞില്ല. അത്രയ്ക്ക് കടന്ന പ്രവൃത്തിയാണോ താൻ കാട്ടിയത്? തനിക്ക് എന്തു പതിത്വം സംഭവിക്കുമെന്നാണ് ഇവരുടെയൊക്കെ ഭയം? സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ് തനിക്കില്ലെന്നാണോ? സ്വന്തം പരിമിതികളെക്കുറിച്ചുള്ള ബോധം തൻ്റെ ഹൃദയത്തിൽ എത്ര ആഴത്തിൽ വേരോടിയിട്ടുണ്ടെന്ന് ഒരു പക്ഷേ അവർ മനസ്സിലാക്കാത്തത് കൊണ്ടാകാം. അതോ അത്ത പറഞ്ഞതുപോലെ കോളേജിൽ വിട്ടതാണോ തെറ്റായിപ്പോയത്? 2 വർഷത്തെ കോളേജ് വിദ്യാഭ്യാസം തനിക്ക് നേടിത്തന്ന ആത്മവിശ്വാസവും താൻ പോരിമയും ഗുണത്തേക്കാൾ ദോഷമായിട്ടാണോ ഭവിച്ചിരിക്കുന്നത്? ഒരു പക്ഷേ തുടർന്ന് പഠിച്ചില്ലായിരുന്നുവെങ്കിൽ താൻ ഇതിനകം അത്തയുടെ കൂടെ വ്രതങ്ങളും നമസ്കാരങ്ങളും കോവിലുകളുമായി മോക്ഷപ്രാപ്തി എന്ന ലക്ഷ്യത്തിലേക്ക് ജീവിതം തള്ളി നീക്കാൻ പരിശീലിക്കുമായിരുന്നു. കോളേജ് വിദ്യാഭ്യാസം ജീവിതത്തോടുള്ള തൻ്റെ കാഴ്ചപ്പാട് എത്ര കണ്ട് മായ്ച്ച് എഴുതിയിരിക്കുകയാണ്. സ്വന്തം സഹോദരിക്ക് പോലും ഉപകാരപ്പെടാതെ കുറേ അധികം ആചാരങ്ങൾ അനുഷ്ഠിച്ചതുകൊണ്ടോ കോവില് തോറും പോയി ആരാധന നടത്തിയതുകൊണ്ടോ മോക്ഷം കിട്ടുമെന്നാണോ? എന്തോ ആ പഴകിയ വിശ്വാസത്തോട് യോജിക്കാൻ തനിക്ക് കഴിയുന്നില്ല. ആളുകൾ പലതും പറയുമായിരിക്കും. പക്ഷേ തൻ്റെ മനസാക്ഷിയുടെ പ്രബോധനത്തിനല്ലേ വില കൽപ്പിക്കേണ്ടത്? അടുക്കളയിൽ ലൈറ്റ് തെളിഞ്ഞിരുന്നു. ഇരുന്ന പാടെ തിരിഞ്ഞു നോക്കി. കസ്തൂരി ആയിരിക്കുമെന്നാണ് കരുതിയത്. വാതിൽപ്പടിയിൽ അത്തിമ്പേർ തന്നെ നോക്കി നിൽക്കുകയാണ്. വേഗം ചാടി എഴുന്നേറ്റു. സാരി ചുമല് വഴി പുതച്ചിട്ടു. നീ എഴുந்திരുന്നാച്ചാ? എനിക്കൊരു ടംബ്ലർ കോപ്പി കൊടുക്കറിയാ? ഉനക്കാവുക്ക് നല്ല തൂക്കം. താൻ പരിങ്ങി നിൽക്കുന്നത് കണ്ടിട്ടാവണം. മൂലപ്പലക ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു. കാപ്പിപ്പൊടിയും ശർക്കരയും അതാ അങ്ക ഇருக்கு. അത്തിമ്പേർ മുറി വിട്ട് പോയി കഴിഞ്ഞിരുന്നു. വേഗം അടുപ്പിൽ തീ പൂട്ടി ചായ തിളപ്പിച്ചു കഴിഞ്ഞപ്പോൾ പാൽക്കാരനും എത്തി. ഓട്ട് ഗ്ലാസ് പുളിയിട്ട് തേച്ചു മിനുക്കി കാപ്പി കൂട്ടിയെടുത്തിട്ടും കസ്തൂരി ഉണർന്നു വന്നിരുന്നില്ല. ഇനി ഉണർത്തുക തന്നെ. തൻ്റെ കൈകൊണ്ട് അത്തിമ്പേർക്ക് കാപ്പി കൊടുക്കുന്നത് ശരിയല്ലല്ലോ. വരാന്തയിലൂടെ കിടപ്പുമുറിയിലേക്ക് മെല്ലെ കടക്കാൻ തുടങ്ങിയതും മുറ്റത്ത് നിന്ന് അത്തിമ്പേർ വിളിച്ചു ചോദിച്ചു, കാപ്പി എങ്കേ? ഇങ്ക എടുത്ത് തന്നിട്. ഒരു നിമിഷം മടിച്ചു നിന്നു. തിരിച്ച് അടുക്കളയിലേക്ക് തന്നെ നടന്നു. എന്താണ് വേണ്ടത്? പറഞ്ഞതനുസരിക്കാതെ ഇരുന്നാൽ താൻ ധിഖരിച്ചെന്ന് കരുതുമോ? ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ ശങ്കിച്ചു നിന്നപ്പോൾ കസ്തൂരി ഉണർന്നു വന്നത് ഭാഗ്യമായി. നീ കാപ്പി പോട്ടാച്ചാ? ഭേഷ്
நான் அவசரமா வந்தேன். உனக்கு அத்திம்பேருக்கு எக்ஸசைஸ் கழிஞ்சா உடனே காப்பி வேணும், இல்லாட்டா கோபம் வந்துடும். என்ன ചെയ്യരുത്? நான் கொஞ்சம் തൂങ്ങിയിട്ടേൻ. അത്തിമ്പേർ പറഞ്ഞതനുസരിച്ചാണ് താൻ കാപ്പിയിട്ടതെന്ന് കസ്തൂരിയോട് എടുത്തു പറയേണ്ടതാണോ എന്ന് ഒരു നിമിഷം സംശയിച്ചു. പിന്നെ വേണ്ടെന്ന് വെച്ചു. കസ്തൂരിക്ക് സഹായമാകുമെന്ന് കരുതി തന്നെയാണല്ലോ തന്നെ വരുത്തിയത്. അതേപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ സമയമില്ലായിരുന്നു. അത്തിമ്പേർക്ക് ഉച്ചയൂണ് കൊടുത്തയക്കാനുള്ള ശ്രമത്തിൽ കസ്തൂരിയോടൊപ്പം കൂടി. അടുക്കളയ്ക്ക് ആവശ്യമുള്ള വെള്ളം കോരി കറിക്കരച്ചു കൊടുത്തു. ഇതിനിടയ്ക്ക് ഉണർന്നു വന്ന കാഞ്ചനയുടെ നിർബന്ധങ്ങൾക്കും സമാധാനം കണ്ടെത്തി. താൻ എന്നൊരു വ്യക്തിയുടെ സാന്നിധ്യം അത്തിമ്പേർക്ക് അനുഭവപ്പെടരുതെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അപ്പ പറഞ്ഞതുപോലെ ആ കുടുംബാന്തരീക്ഷത്തിൽ തൻ്റെ നില എന്താണെന്ന് മറന്നുള്ള ഒരു പെരുമാറ്റവും ഉണ്ടാകരുത്. 9 മണിക്ക് അത്തിമ്പേരെ യാത്രയാക്കി കഴിഞ്ഞയുടൻ കസ്തൂരി അടുക്കളയുടെ പുറം വരാന്തയിൽ തൻ്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞു. മുഖത്ത് പ്രസന്നത. അമ്മാടീ, ഇന്നിക്ക് എന്ന നിമ്മതി, ചണ്ടയും കുപ്പാട്ടാ ഒന്നും ഇല്ലേ? എല്ലാം നീ ഇരിക്കുന്നതിനാലതാ. അപ്പോൾ എന്നും രാവിലെ ഇവിടെ സൂര്യക്കേടാണെന്നോ? താൻ ഉള്ളതുകൊണ്ട് എന്ത് പ്രത്യേകതയാണ്? എടുത്ത് ചോദിച്ചിട്ടില്ല. എவ்வளவு അവസരപ്പെട്ടാലും சமையல் സമയത്തൊക്കെ ആകെ മാട്ടേക്കരുത്. പെരുക്കണം, തുടയ്ക്കണം, ഇതുക്കിടയിലെ சமையലും പണ്ണണം. കാഞ്ചന എഴുந்திരുந்தானா അവളെയും പാത്തുക്കണം. ഇതെല്ലാം സഹിക്കലാം, തണ്ണി ഇഴുത്തുകൊണ്ട് വരുതുതാ. പെട്ടെന്ന് കസ്തൂരി നിർത്തി. എന്നെ അത്തിമ്പേർ തണ്ണി ഇഴുത്ത് തരമാട്ടാറാ? ചോദിച്ചയുടൻ തന്നെ വേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. കസ്തൂരിയുടെ മുഖം മങ്ങിക്കഴിഞ്ഞോ? പകൽ മുഴുക്കിയ ഓഫീസിലെ വേല പാക്കറ ആളല്ലയോ അവർ? ഇങ്കയും കൂടെ അവരെ ചെയ്യ ചൊന്നാ? ഭർത്താവിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണോ? വ്യായാമം ആവശ്യമുള്ളത് കൊണ്ടല്ലേ കസരത്തെടുക്കുന്നത്? അതിനു പകരം വെള്ളം കോരിക്കൊടുത്തെങ്കിലോ? മനസ്സിൽ പെട്ടെന്ന് തോന്നിയത് അങ്ങനെയൊക്കെയാണ്. പക്ഷേ പുറത്ത് പറഞ്ഞില്ല. തൻ്റെ കൂടപ്പിറപ്പാണെങ്കിലും കസ്തൂരി മറ്റൊരു പുരുഷൻ്റെ ഭാര്യയാണ്. അവരുടെ ദാമ്പത്യത്തെ വിമർശിക്കാനോ പരിഷ്കരിക്കാനോ തനിക്ക് കാര്യമില്ല. കസ്തൂരിയുടെ രോഗാവസ്ഥയിൽ തൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവളുടെ ജോലി ലഘൂകരിക്കാം. അതുമാത്രമാണ് തൻ്റെ കർത്തവ്യം. അതിനപ്പുറം കടക്കുന്നത് ബുദ്ധിമോശമാണ്. വേഗം എണീറ്റു. പാത്രങ്ങൾ തേച്ച് വൃത്തിയാക്കണം, മുറികൾ തൂത്ത് തുടയ്ക്കണം. കസ്തൂരി കൈക്ക് പിടിച്ച് വീണ്ടും ഇരുത്തി. നീ എങ്കെ ഇവളവ് അവസരപ്പെട്ടു പോറേൻ? എങ്കിട്ടേ ഉക്കാറ്, വേലയെല്ലാം അപ്പുറം പാക്കലാം. ഒരേ ഇലായിരിക്ക്. നീ വന്നതിനാലതാ. ജോലി ചെയ്യാൻ മടി തോന്നുകയാണെന്ന് പറഞ്ഞത് വെറുതെയല്ലേ? ഉറക്കച്ചടവ് കൊണ്ട് ചുവന്ന് കനം തൂങ്ങുന്ന ഈ കണ്ണുകളോ? നേത്തിക്ക് നീ നന്നാ തൂങ്കലയാ? മറുപടിയും രാത്രിയും മൂച്ചു വിടാ മുടിയാമായിരുന്നിതാ. ഇനിയും രാത്രിയിലും ശ്വാസമുട്ടൽ വന്നോ? ഉത്കണ്ഠയോടെ തിരക്കിപ്പോയി. കസ്തൂരി ചിരിച്ചു. വെറുതെ പടുത്തിണ്ടിരുന്ന എന്നെ കഷ്ടമെടി. നേത്ര രാത്രിയിലേ നാന്തൂങ്കിറപ്പം എവ്വളവ് മണിയോ തെരിയലേ? പടുത്തതാ തെരിയും. കണ്ണേ തുറന്നതും നേരം വെളുത്തിരുന്നത്. ഉറങ്ങാൻ വളരെ താമസിക്കാൻ കാരണം? അത്തിമ്പേർ ലേറ്റാ വந்தாരാ? ചോദിച്ചതും ചുണ്ടുകൾ കടിച്ചു നിർത്തി. പിന്നെയും വേണ്ടാത്തതൊക്കെ അന്വേഷിക്കുകയാണ്. ചീട്ടാട പോற പുരുഷാൾക്ക് നേരത്തെപ്പറ്റി എന്ന ഗവനം ഇരിക്ക്? അത്തിമ്പേർ ചീട്ട് കളിക്കുമെന്നോ? അതൊരു പുതിയ അറിവായിരുന്നു. സമയത്തെപ്പറ്റി ബോധമില്ലാതെ ചീട്ട് കളിക്കുന്നവരെ പറ്റി അവജ്ഞയോടെ പലരും പറഞ്ഞു കേട്ടിരിക്കുന്നു. മാന്യന്മാർക്ക് ചേർന്നതല്ല ചീട്ടുകളി എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്തിമ്പേർ മാന്യനല്ലെന്നോ? പെട്ടെന്ന് മനസ്സിന് കടിഞ്ഞാണിട്ടു. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് നീങ്ങുന്ന അത്തിമ്പേരെക്കുറിച്ചുള്ള ഈ സംസാരം നിർത്തുകയാണ് നല്ലത്. കസ്തൂരി, നീ പോയി കൊഞ്ചം റെസ്റ്റെട്. ബാക്കി വേല ഞാൻ ചെയ്യറേൻ. കാഞ്ചന, നാളെന്നോട് ഇരുന്നാ പോരാതാ? അമ്മ തൂങ്കട്ടുമേ എന്നാ? കാഞ്ചന ഉത്സാഹത്തോടെ തൻ്റെ അടുക്കൽ പറ്റിക്കൂടി. കസ്തൂരിക്ക് അതിശയമായിരുന്നു. എനിക്ക് സമയം ഇരിക്കുമ്പോൾ 5 നിമിഷം കൂടെ എന്നെ പടുക്ക വിടമാട്ടാ. എപ്പോൾ അവളോട് പേശിൻറ്റും വിളയാടിൻറ്റും ഇരിക്കണം. ഇപ്പോൾ എനിക്ക് നിമ്മതിയായിരിക്ക്. ഞാൻ ഇല്ലാട്ടാലും നീ ഇരിക്കരുത്. അവൾക്ക് പോരുമേ. അത് പറഞ്ഞപ്പോൾ ആ മുഖത്ത് ആശ്വാസത്തിൻ്റെ തിളക്കം. എന്തുകൊണ്ടോ തൻ്റെ ഹൃദയത്തിൽ ഒരു നടുക്കം. കസ്തൂരി ഇല്ലാത്ത അവസ്ഥ. കസ്തൂരി, നീ എതുക്ക് இந்த மாதிரி பேசுறது? அப்படி ஒன்றும் நடக்காது. சுகமா படுத்துங்கோ. വാ കാഞ്ചന, നമ്മ വേലയെ പാക്കലാം. കാഞ്ചനയെയും എടുത്ത് താൻ എണീറ്റു.
കസ്തൂരി പിന്നെ ഒന്നും മിണ്ടിയില്ല. കിടപ്പുമുറിയിലേക്ക് പോയി. എല്ലാ ജോലികളും തീർത്ത് കാഞ്ചനയ്ക്ക് കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് കസ്തൂരി ഉണർന്നു വന്നത്. അടടാ, ரொம்ப നേരമാച്ചില്ലയാ, എന്ന നല്ല തൂക്കം. 4 മണിക്കുള്ള പലഹാരവും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ കസ്തൂരി പരിഭവിച്ചു. ഇതെന്നാ എന്നെ ഏ കൂപ്പിടലേ, നീ തനിയെ കഷ്ടപ്പെട്ടേ. ജോലി ചെയ്യുന്നതല്ല, വെറുതെ ഇരിക്കാനാണ് തനിക്ക് പ്രയാസമെന്ന് കസ്തൂരിക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കും. കാപ്പിയുടെ കൂടെ ഉപ്പുമാവും കണ്ടിട്ടാവണം അത്തിമ്പേർ അതിശയത്തോടെ പറയുന്നത് കേട്ടു. ഇന്നേക്ക് കാഫിയോടെ ടിഫിനുമുണ്ടേ, ഭേഷ് ഭേഷ്, കൊഞ്ചം പോട്, നല്ല രുചി. അപ്പോ ഉൻ തങ്കയെ കണ്ടതും ടിഫിൻ പണ്ണ തെറിയറുത് ഇല്ലയാ? ഓ, തനിക്ക് വേണ്ടിയാണ് കസ്തൂരി പലഹാരം ഉണ്ടാക്കിയതെന്ന് തെറ്റിദ്ധരിച്ചോ? അമ്മ പണ്ണലേ, നാനും ചിത്തിയും താ പണ്ണിനോ. അമ്മ തൂങ്ങിണ്ടിരുന്ന കാഞ്ചനയുടെ മണികിലുക്കും. എന്തോ ഉദ്ദേശിക്കാത്തത് കേട്ടതുപോലെ അത്തിമ്പേർ അമർത്തി മൂളുകയല്ലാതെ ഒന്നും പറയുകയുണ്ടായില്ല. മനസ്സിലൊരു വല്ലായ്മ. പാകം ചെയ്തത് താനാണെന്ന് അറിയേണ്ടിയിരുന്നില്ല. ചിലപ്പോൾ അത് ഇഷ്ടമുള്ള കാര്യമല്ലെങ്കിലോ? പക്ഷെ അതേപ്പറ്റി ഒരു വിശദീകരണം കസ്തൂരിയോട് ചോദിച്ച് മനസ്സിലാക്കാൻ മടി തോന്നി. സഹോദരിയോട് പണ്ടുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന സത്യം വേദനയോടെ ഓർത്തുപോയി. അന്ന് രാത്രി കാഞ്ചനയുടെ കൂടെ ഊണ് കഴിച്ച് ഉറങ്ങാൻ കസ്തൂരി എത്ര നിർബന്ധിച്ചിട്ടും കൂട്ടാക്കിയില്ല. വേണ്ട വേണ്ട, അത്തിമ്പേർ വന്ന് ശാപ്പിട്ടിട്ടപ്പുറം എനിക്ക് പോരും നേന്തി മാതിരി ഒരു പിശക് ഇന്നേക്ക് വേണ്ട. തലേ ദിവസം സംഭവിച്ചതുപോലെ അത്തിമ്പേർ ഊണ് കഴിക്കാൻ വരുമ്പോൾ താൻ സുഖമായി മലർന്നുറക്കം ഇല്ല. ഇനി അങ്ങനെ സംഭവിച്ചുകൂടാ. ചില ദിവസം അവർ വരാൻ നേരമാകും. ഇന്നേക്കും ഷീട്ടാട്ടറതുക്ക് പോയിരിക്കാറാ? ചോദിച്ചു പോയി. ആ മുഖം മങ്ങി. അതെല്ലാം എങ്കിട്ടേ ചൊല്ലിട്ടാ പോറാർ. ഓ, തൻ്റെ വിവരക്കേട്. അറിയേണ്ടാത്ത കാര്യങ്ങളെപ്പറ്റി തിരക്കരുതെന്ന് ഇതിനോടകം മനസ്സിൽ എത്ര തവണ തീരുമാനിച്ചതാണ്. എന്നിട്ട് ഇപ്പോഴും? തൻ്റെ ചോദ്യം കസ്തൂരിയെ ചൊടിപ്പിച്ചോ? ആശങ്കയോടെയാണ് തലയുയർത്തി നോക്കിയത്. മനസ്സ് തുറന്നുള്ള ആ ചിരി കണ്ടപ്പോൾ ആശ്വാസമായി. കനകം, നീ ഇന്നും ചിന്ന പെണ്ണുതാ. ഉനക്ക് കുടുംബ വാഴ്കയെപ്പറ്റി എന്ന തെരയും? ശരിയാണ്, വിവാഹം കഴിഞ്ഞുവെന്നല്ലാതെ ദാമ്പത്യത്തെക്കുറിച്ചോ പുരുഷന്മാരെക്കുറിച്ചോ തനിക്ക് എന്തറിവാണ്? നോവലുകളിൽ നിന്നും താൻ പരിചയപ്പെട്ട ആദർശ കഥാനായകന്മാരെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നത് ഭോഷത്വമല്ലേ? കൂടുതൽ അബദ്ധങ്ങൾ എഴുന്നള്ളിക്കാതിരിക്കുകയല്ലേ ബുദ്ധി? പിന്നെയുള്ള സംസാരം കസ്തൂരിയുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ മാത്രമായി ചുരുക്കി. വരാന്തയുടെ ചുമർ ചാരി കസ്തൂരി ഉറക്കം തൂങ്ങുന്നത് കണ്ടപ്പോൾ പതുക്കെ എണീറ്റു. അടുക്കളയുടെ പുറം വരാന്തയിലേക്ക് അത്തിമ്പേർ വരുമ്പോൾ തൻ്റെ സാന്നിധ്യം ഒഴിവാക്കുകയല്ലേ നല്ലത്? പാത്രങ്ങൾ തട്ടുമുട്ടുന്ന ശബ്ദം കേട്ടാണ് ഞെട്ടിയുണർന്നത്. ഏതോ പഴയ മാസികയുടെ താളുകൾ മറിച്ച് താൻ എപ്പോഴോ ഉറങ്ങിപ്പോയിരിക്കുന്നു. ചാടി എണീറ്റ് അടുക്കളയിലേക്ക് എത്തി നോക്കി. കസ്തൂരി ചോറ് വിളമ്പുകയാണ്. വേഗം തല പിൻവലിച്ചു അത്തിമ്പേർ ഉണ്ണാൻ ഇരുന്നു കഴിഞ്ഞു. എല്ലാം വിളമ്പിയാച്ചേ, നീയും ശാപ്പിട ഉൾക്കാറില്ലാമേ. കസ്തൂരിയെ ഒപ്പമിരുന്നുണ്ണാൻ അത്തിമ്പേർ ക്ഷണിക്കുകയാണ്. ഞാനും കനകവും പിന്നാലെ ശാപ്പിടറേയും. കസ്തൂരിക്ക് തന്നെ കൂടെ കൂട്ടിച്ചേർത്ത് പറയണമായിരുന്നോ? ഞാൻ ഉൻ തങ്ക, ഇനി ശാപ്പിടലയാ? അവൾക്ക് മുന്നാടിയേ ശാപ്പാട് പോടലേ. പകൽ മുഴുവൻ വേല പണിയിരിക്കാളെ. നാ ഇത്തനെ നേരം കഴിച്ചു വരതേ പറ്റി അവൾക്ക് കോപമായിരിക്കും. ഓ, അത്തിമ്പേർ എന്തൊക്കെയോ പറയുകയാണ്. നേരത്തെ ഉണ്ണാൻ സാധിക്കാത്തത് കൊണ്ട് തനിക്ക് ദേഷ്യം കാണുമെന്നോ? അല്ലെങ്കിൽ അത്തിമ്പേരോട് ദേഷ്യം തോന്നാൻ തനിക്ക് എന്തവകാശം? അയ്യോ, ഞാൻ എപ്പടി ചൊല്ലറേൻ? ഞാൻ അவ்வளவு നേരം ശാപ്പിട ചൊന്നാലും അവ കേൾക്ക മാട്ടേങ്കറ. ഓ, കസ്തൂരി അത്രയും പറഞ്ഞത് നന്നായി. സറി, ഞാൻ ശാപ്പിടാച്ച്. ഇനിമേൽ നീങ്ക ശീക്രം ശാപ്പിടുങ്കോ. അത്തിമ്പേർ പോയി കഴിഞ്ഞിരുന്നു. വിളമ്പിയ ചോറിൻ്റെ 3/4 ഭാഗവും കസ്തൂരി പാത്രത്തിലേക്ക് നീക്കി ഇടാൻ തുടങ്ങി. വേഗം വിലക്കി. വിശപ്പടക്കാൻ മാത്രം എന്തെങ്കിലും കഴിക്കാറേ പതിവുള്ളൂ. ദേഹരക്ഷ ചെയ്ത് തുടിപ്പിച്ച് മിനുക്കി സൂക്ഷിക്കേണ്ടതില്ലല്ലോ വിധവയുടെ ശരീരം. എപ്പോഴും അരവയർ ഒഴിച്ചിട്ട് ഭക്ഷണം കഴിക്കുകയാണ് വേണ്ടത്. ദാമ്പത്യ ജീവിതമോ മാതൃത്വത്തിൻ്റെ ചുമതലയോ കുടുംബഭാരമോ വിധിച്ചിട്ടില്ലാത്ത ഒരുവൾക്ക് മൃഷ്ണാറ്റം ഭോജനം കൊണ്ട് ദുർമേധസ് ശരീരത്തിൽ കടന്നുകൂടുന്നതാണ് അപകടകരം.
കാരണം അതോടൊപ്പം ദുശ്ചിന്തകളും മനസ്സിൽ തലപൊക്കി തുടങ്ങും. അത്തയോടൊപ്പം ഉപവാസമെടുക്കുന്ന ദിവസങ്ങളിൽ താൻ എവിടെയെങ്കിലും തളർന്ന് ചുരുണ്ടുകൂടുമ്പോൾ പറയാറുള്ളതാണ്, ഒരു ഭാര്യയും മാതാവുമായ കസ്തൂരിയാണ് ശരിക്ക് ആഹാരം കഴിച്ച് ശരീരം സൂക്ഷിക്കേണ്ടത്. എനിക്ക് ഇത്തனை ശാതം വേണ്ട, നീതാ നന്നായി സാപ്പിടണം. കസ്തൂരി ഉൻ ഉടമ്പ് പാത്തുകിട്ട. എൻ ഉടമ്പുക്ക് എന്നെ. ആ മുഖത്ത് വേദന നിഴലിച്ചിരുന്നു. ഇത്തனை ലേറ്റാ സാപ്പിട്ട എനിക്ക് തൂങ്കക്കൂടി മുടിയാത്. ഉണ്ടെന്ന് വരുത്തി കസ്തൂരി എണീറ്റ് കഴിഞ്ഞു. നേരം ரொம்ப ആച്ച്, നീ പോയി തൂങ്ങിടൂ കസ്തൂരി. താൻ എച്ചിൽ പാത്രങ്ങളുമായി പുറത്തെ വരാന്തയിലേക്ക് ഇറങ്ങി. എന്തുകൊണ്ടോ എതിരൊന്നും പറയാതെ കസ്തൂരി അകത്തേക്ക് പോയി. പാത്രങ്ങൾ കഴുകി അടുക്കള അടിച്ചുവാരി തുടച്ചു. കൈകാലുകൾ കഴുകി കിടക്കാൻ ചെന്നപ്പോഴും കിടപ്പുമുറിയിൽ ശബ്ദം കേൾക്കാം. ഇത് എന്നാ ഉനക്ക് ഇന്നിക്ക് ആവത് ക്ഷീണം ഇരിക്കാതെന്ന് നിനച്ചേ. അത്തിമ്പേറുടെ കയർത്തുള്ള വാക്കുകൾ, പതറിയ സ്വരത്തിലുള്ള കസ്തൂരിയുടെ മറുപടി അവ്യക്തമായിരുന്നു. സ്റ്റൗ ഊക്കോടെ താഴെ വീഴുന്ന ശബ്ദം. എങ്കിട്ടെ കൊഞ്ചം കൂടെ കരുണെ കാട്ട്, ഉനക്ക് എല്ലാം തെരിയുമേ. ഇടറി മുറിഞ്ഞു വീണ കസ്തൂരിയുടെ ഗദ്ഗതങ്ങൾ. അത്തിമ്പേർ പാലടച്ചു വെച്ചിരുന്ന ഗ്ലാസ് ദേഷ്യത്തോടെ വലിച്ചെറിഞ്ഞതാവുമോ? ഇനി കസ്തൂരിയുടെ നേർക്ക് തന്നെയാണോ? എന്തോ താൻ എങ്ങനെ അറിയാനാണ്? പിന്നെ സർവത്ര നിശബ്ദം. കസ്തൂരി അമർത്തിപ്പിടിച്ച് തേങ്ങുകയാവും. അതോ ദേഹസുഖം അവഗണിച്ച് അത്തിമ്പേറുടെ ഇംഗിതത്തിന്? ഹോ, എന്തൊക്കെയാണ് താൻ ചിന്തിച്ചു പോകുന്നത്? മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടിരുന്നു. കാഞ്ചനയെ ദേഹത്തോട് അടക്കിപ്പിടിച്ചു. രാമനാമം ജപിക്കാൻ ശ്രമിച്ചു. മനസ്സിനെ പാഴ്ചിന്തകളിൽ നിന്നും അകറ്റി നിർത്താൻ അത്ത ഉപദേശിച്ചു തന്നിട്ടുള്ള മാർഗം. പക്ഷേ രാമനാമത്തിൽ ഏകാഗ്രത നിലനിർത്താൻ താൻ പരാജയപ്പെട്ടതുകൊണ്ട് വളരെ സമയം ഉണർന്നു കിടക്കുകയാണ് ഉണ്ടായത്. അടുത്ത ഭാഗം നാളെ.